ബാക്ക് ടു അവർ ചാനൽ സുനിത സോളമാക്സ്. ഞാൻ ദീപക്. നമ്മൾ ഇന്ന് 5 ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. 7 സെന്റിമീറ്റർ ആരവും 80 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറിന്റെ ഉപരിതല വിസ്തീർണം എന്ത്? എ 3088, ബി 3828, സി 3628, ഡി 3728. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സിലിണ്ടറിന്റെ ഉപരിതല വിസ്തീർണമാണ്. ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ 2 മുഖങ്ങളും സർക്കിൾ ആയിരിക്കും. ഇതാണ് സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിന്റെ ആരം എന്ന് പറയുന്നത് ഇതാണ്, ഇത് 6. അതേപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെ. അപ്പോൾ ഇതേ ആരം തന്നെയാണ് മുകളിലും വരിക. ഇതും 6ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ 2πr × h + r. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 7 ആണ്. അതേപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമുക്ക് ആറിൻ്റെയും എച്ചിൻ്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2π × r എന്ന് പറയുന്നത് 7. അപ്പോൾ 7 × h എന്ന് പറയുന്നത് 80. അപ്പോൾ 80 + r എന്ന് പറയുന്നത് 7. അപ്പോൾ 2 × π എന്ന് പറയുന്നത് 22/7. 22/7 × 7. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ 80 + 7 87 × 87. അപ്പോൾ 7ഉം 7ഉം വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി 2 × 22 × 87. അപ്പോൾ 2 × 22 എന്ന് പറയുന്നത് 22ന്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ 22 + 22 4 4 2 2 4 44. അപ്പോൾ 44 × 87. 87 × 44. 7 4 28, 8 ബാക്കി 2, 8 4 32, 32 2 34, 7 4 28, 8 ബാക്കി 2, 8 4 32, 32 2 34. അപ്പോൾ 8 8 4 12, 2 ബാക്കി 1, 3 4 7 7 8. ഉത്തരം 3828. ബി ആണ് ഉത്തരം 3828. സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. 14 സെന്റിമീറ്റർ ആരവും 24 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറിന്റെ ഉപരിതല വിസ്തീർണം എന്ത്? എ 4520, ബി 3520, സി 4820, ഡി 3820. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. 2πr × h + r. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 14 ആണ്. അതേപോലെ തന്നെ h എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ നമുക്ക് ആറിൻ്റെയും എച്ചിൻ്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2π × r 14, 14 × h 26, 26 + r 14. 2 × പൈയുടെ വില 22/7 × 14 × അപ്പോൾ 26 + 14 40. അപ്പോൾ 7ഉം 14ഉം 7ന്റെ ഗുണിതമാണ്. 7 7 ഒരു പ്രാവശ്യം, 14 7 2 പ്രാവശ്യം. അപ്പോൾ 2 × 22 × 2 × 40. അപ്പോൾ 2 × 22 22ന്റെ ഇരട്ടി. അപ്പോൾ 22 + 22 44. അപ്പോൾ 44 × 2 44ന്റെ ഇരട്ടി. അപ്പോൾ 44 + 44 88. അപ്പോൾ 88 × 40. അപ്പോൾ നമുക്ക് ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 88 × 4, 4 8 32, 2 3, 4 8 32, 32 3 35. അപ്പോൾ 3520. 352 കിട്ടി. അതേപോലെ 40ത്തെ ഒരു 0 ചേർത്താൽ 3520. ബി ആണ് ഉത്തരം 3520. സെക്കൻഡ് മോഡലിലെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. 7 സെന്റിമീറ്റർ ആരവും 40 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണം എന്ത്? എ 3760, ബി 2760, സി 1760, ഡി 5760. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണമാണ്. ഇതൊരു സിലിണ്ടർ. വക്രതല വിസ്തീർണം എന്ന് പറയുന്നത് ഈ 2 മുഖങ്ങൾ ഒഴികെയുള്ള ഈ ബാക്കി ഭാഗമാണ് വക്രതലം.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. 2πr(h). അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 7 ആണ്. അതേപോലെ h എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ നമുക്ക് ആറിൻ്റെയും എച്ചിൻ്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു r 7 ഇൻറ്റു h 40. അപ്പോൾ 7ഉം 7ഉം വെട്ടിക്കളയാം. അപ്പോൾ 2 ഇൻറ്റു 22 ഇൻറ്റു 40. അപ്പോൾ 2 ഇൻറ്റു 22 22 പ്ലസ് 22 44. അപ്പോൾ 44 ഇൻറ്റു 40. അപ്പോൾ 40ൻ്റെ ഗുണമാണ് 1 0 ആയതുകൊണ്ട് തന്നെ 44 ഇൻറ്റു 4 4 16 6 ബാക്കി 1 4 16 16 1 17. അപ്പോൾ 1760. കാരണം ഗുണിച്ചപ്പോൾ 176 കിട്ടി, അതിനൊപ്പം 40 0. അപ്പോൾ സി ആണ് ഉത്തരം 1760. സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. 10 സെന്റിമീറ്റർ ആരവും 20 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണം എന്ത്? എ 3526, ബി 2526, സി 4526, ഡി 1256. അപ്പോൾ ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണമാണ്. അപ്പോൾ ഇക്വേഷൻ എഴുതാം 2πr(h). അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. r = 10. അതേപോലെ h എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. h = 20. അപ്പോൾ നമുക്ക് r-ന്റെയും h-ന്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു ഈ പൈയുടെ വില 3.14 എന്നും 22/7 എന്നും എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 3.14 എന്ന് എടുക്കാം. അപ്പോൾ r-ന്റെ വില 10 ഇൻറ്റു h-ന്റെ വില 20. ഇവിടെ 22/7 പകരം 3.14 ആണ് എടുത്തത്. കാരണം ഇവിടെ 7 ആയിട്ട് വെട്ടിപ്പോവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പോയിന്റുകളുടെ സംഖ്യ ഇവിടെ നിർത്താം. അപ്പോൾ 3.14 ഇൻറ്റു 2 ഇൻറ്റു 10 20. 20 ഇൻറ്റു 20 400. ആ 400 വന്നത് 2 ഇൻറ്റു 10 20. 20 ഇൻറ്റു 20 400. കാരണം 2 ഇൻറ്റു 2 4, ഈ 2 0 കൂടി കഴിഞ്ഞാൽ 400. അപ്പോൾ ഇവിടെ പോയിന്റ് ഇല്ലാണ്ട് നമുക്ക് ഗുണിക്കാം. അത് കഴിഞ്ഞ് ഗുണിച്ച് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. 314 ഇൻറ്റു 4. കാരണം ഗുണിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 0 ഇടാം. 4 ഇൻറ്റു 4 16, 6 ബാക്കി 1 4 4 5 4 3 12. അപ്പം 1256. അതിനൊപ്പം 400-ലെ 2 0. ഇവിടെ 2 സ്ഥാനം നീക്കി കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ 1 2 2 സ്ഥാനം നീക്കി കഴിഞ്ഞിട്ട് ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 1256 ആണ്. അപ്പോൾ ഡി ആണ് ഉത്തരം 1256. തേർഡ് മോഡലിലെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. 7 സെന്റിമീറ്റർ ആരവും 80 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറിന്റെ വ്യാപ്തം എന്ത്? എ 3920 പൈ, ബി 2920 പൈ, സി 1920 പൈ, ഡി 4990 പൈ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിലിണ്ടറിന്റെ വ്യാപ്തമാണ്. അപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ πr²h. ഇവിടെ r എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ r = 7. അതേപോലെ h എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ h = 80. അത് നമുക്ക് r-ന്റെയും h-ന്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. π ഇൻറ്റു r² എന്ന് പറയുന്നത് 7² ഇൻറ്റു h എന്ന് പറയുന്നത് 80. ഇവിടെ പൈയുടെ വില എഴുതണ്ട, കാരണം നമുക്ക് ഉത്തരത്തിൽ പൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു 7² എന്ന് പറയുന്നത് 7 49. അപ്പോൾ 49 ഇൻറ്റു 80. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ 49 ഇൻറ്റു 8. 9 8 72. 2 ബാക്കി 7 8 4 32. 32ഉം 7ഉം 39. അപ്പോൾ പൈ ഇൻറ്റു 392 0. പൈ ഇൻറ്റു 3920 എന്ന് പറഞ്ഞാൽ 3920 പൈ. അപ്പോൾ എ ആണ് ഉത്തരം 3920 പൈ. സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. 5 സെന്റിമീറ്റർ ആരവും 20 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറിന്റെ വ്യാപ്തം എന്ത്? എ 300 പൈ, ബി 200 പൈ, സി 100 പൈ, ഡി 500 പൈ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. πr²h. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ r = 5. അതേപോലെ h എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ h = 20. നമുക്ക് r-ന്റെയും h-ന്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു r² 5² ഇൻറ്റു h 20. അപ്പോൾ പൈ അതേപോലെ നിർത്താം. പൈ ഇൻറ്റു 5² എന്ന് പറയുന്നത് 25. 25 ഇൻറ്റു 20. അപ്പോൾ
ഇവിടെ 25 ഇൻറ്റു 20 ആണ്. അപ്പോൾ 1 0 ആണ്. അപ്പോൾ 25 ഇൻറ്റു 2 ആണ്. അപ്പോൾ 25 പ്ലസ് 25 50. അപ്പോൾ പൈ ഇൻറ്റു 50 അതേപോലെ 20 ഒരു 0 500. പൈ ഇൻറ്റു 500 എന്ന് പറയുന്നത് 500 പൈ. ഡി ആണ് ഉത്തരം 500 പൈ. ഫോർത്ത് മോഡലിലെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. 7 സെന്റിമീറ്റർ ആരവും 30 സെന്റിമീറ്റർ ഉയരമുള്ള കോണാകൃതിയിലുള്ള ഒരു തൂണിന്റെ വ്യാപ്തം എന്ത്? എ 470 പൈ, ബി 350 പൈ, സി 490 പൈ, ഡി 290 പൈ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോണാകൃതിയിലുള്ള ഒരു തൂണിന്റെ വ്യാപ്തമാണ്. അപ്പോൾ ഇതാണ് കോണാകൃതി. കോണാകൃതിയിലെ ഈ ഡിസ്റ്റൻസ് ആർ, അതേപോലെ ഈ ഡിസ്റ്റൻസ് എച്ച്, അതേപോലെ ചെരിഞ്ഞിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എൽ. അപ്പോൾ നമുക്ക് ഇവിടെ വ്യാപ്തമാണ്. ഇക്വേഷൻ നോക്കാം. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ആർ ഈസിക്വൽ ടു 7. അതേപോലെ എച്ച് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ എച്ച് ഈസിക്വൽ ടു 30. നമുക്ക് ആറിൻ്റെയും എച്ചിൻ്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് 7 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 30. അപ്പോൾ ഇവിടെ 3ഉം 30ഉം 3ന്റെ ഗുണിതമാണ്. 3ൽ 3 ഒരു പ്രാവശ്യം, 30ൽ 3 10 പ്രാവശ്യം. ഇവിടെ നമ്മൾ പൈ മാറ്റുന്നില്ല, കാരണം ഉത്തരത്തിൽ പൈ ഉണ്ട്. അപ്പോൾ പൈ ഇൻറ്റു 7 സ്ക്വയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 7 49. അപ്പോൾ 49 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10 കൊണ്ട് ഗുണം വന്നു കഴിഞ്ഞാൽ സംഖ്യയുടെ ഒപ്പം ഒരു 0 ചേർക്കുക. അപ്പോൾ പൈ ഇൻറ്റു 49 അത് കഴിഞ്ഞ് ഒരു 0. അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു 490 എന്നാണ് ഉത്തരം കിട്ടിയത്. പൈ ഇൻറ്റു 490 എന്ന് പറഞ്ഞാൽ 490 പൈ. അപ്പോൾ സി ആണ് ഉത്തരം 490 പൈ. സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. 5 സെന്റിമീറ്റർ ആരവും 15 സെന്റിമീറ്റർ ഉയരമുള്ള കോണാകൃതിയിലുള്ള ഒരു തൂണിന്റെ വ്യാപ്തം എന്ത്? എ 425 പൈ, ബി 325 പൈ, സി 125 പൈ, ഡി 225 പൈ. അപ്പോൾ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോണാകൃതിയിലുള്ള തൂണിന്റെ വ്യാപ്തമാണ്. അപ്പോൾ ഇക്വേഷൻ എഴുതാം. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ആർ ഈസിക്വൽ ടു 5. അതേപോലെ എച്ച് എന്ന് പറയുന്നത് 15 ആണ്. എച്ച് ഈസിക്വൽ ടു 15. നമുക്ക് ആറിൻ്റെയും എച്ചിൻ്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ ഇവിടെ 3ഉം 15ഉം 3ന്റെ ഗുണിതമാണ്. 3ൽ 3 ഒരു പ്രാവശ്യം, 15ൽ 3 5 പ്രാവശ്യം. അപ്പോൾ പൈ ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ഇൻറ്റു 5. അപ്പോൾ പൈ ഇൻറ്റു 25 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് പൈയുടെ വില എഴുതണ്ട, കാരണം ഇവിടെ ഉത്തരത്തിൽ പൈ ഉണ്ട്. അപ്പോൾ 25 ഇൻറ്റു 5, 5 കൊണ്ടുള്ള ഗുണനം വന്നു കഴിഞ്ഞാൽ സംഖ്യ എഴുതുക, അതിൻ്റെ ഒപ്പം ഒരു 0 ചേർക്കുക. അപ്പോൾ ഇവിടെ 25 ആയതുകൊണ്ട് തന്നെ 0 ചേർക്കുമ്പോൾ 250. അതിൻ്റെ പകുതി എഴുതുക. 250ന്റെ പകുതി എന്ന് പറയുന്നത് 125. അപ്പോൾ പൈ ഇൻറ്റു 125. അപ്പോൾ പൈ ഇൻറ്റു 125 എന്ന് പറഞ്ഞാൽ 125 പൈ. സി ആണ് ഉത്തരം 125 പൈ. അഞ്ചാമത്തെ മോഡലിലെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. 5 സെന്റിമീറ്റർ ആരവും 10 സെന്റിമീറ്റർ പാർശ്വവിന്യതയുമുള്ള കോണാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ത്? എ 75 പൈ, ബി 120 പൈ, സി 125 പൈ, ഡി 250 പൈ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോണാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ഉപരിതല വിസ്തീർണമാണ്. നമുക്ക് തന്നിരിക്കുന്നത് ആരവും അതേപോലെ പാർശ്വവിന്യതയുമാണ്. ഈ പാർശ്വവിന്യതി എന്ന് പറഞ്ഞാൽ ഒരു കോണാകൃതി, ഇത് ആരം, അതേപോലെ ഇത് ഹൈറ്റ്, അതിന്റെ പാർശ്വവിന്യതി എല്. നമുക്ക് ഇക്വേഷൻ നോക്കാം. പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇവിടെ ആർ എന്ന് പറയുന്നത് 5 ആണ്. അതേപോലെ എൽ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ആറിന്റെയും എല്ലിന്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു ആറ് 5, 5 ഇൻറ്റു എല്ല് 10, 10 പ്ലസ് ആറ് 5. നമുക്ക് ബ്രാക്കറ്റിനുള്ള ആദ്യം ചെയ്യാം. പൈ ഇൻറ്റു 5 ഇൻറ്റു 10 പ്ലസ് 5 15. അപ്പൊ പൈനെ അതേപോലെ അവിടെ നിർത്താം, കാരണം ഉത്തരത്തിൽ പൈ ഉണ്ട്. പൈ ഇൻറ്റു 5 കൊണ്ട് ഗുണം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പം ഒരു 0 ചേർക്കുക, പകുതി എഴുതുക. അപ്പോൾ 15ന്റെ ഒപ്പം ഒരു 0 ചേർക്കുമ്പോൾ 150, 150ന്റെ പകുതി 75. അപ്പോൾ പൈ ഇൻറ്റു 75. അപ്പോൾ പൈ ഇൻറ്റു 75 എന്ന് പറഞ്ഞാൽ 75 പൈ. അപ്പോൾ എ ആണ് ഉത്തരം 75 പൈ. സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. 8 സെന്റിമീറ്റർ ആരവും 20 സെന്റിമീറ്റർ പാർശ്വവിന്യതയുമുള്ള കോണാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ത്? എ 524 പൈ,
ബി 424 ബൈ സി 324 ബൈ ഡി 224 ബൈ. അപ്പോൾ ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് കോണാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ഉപരിതല വിസ്തീർണമാണ്. അപ്പൊ ഇക്വേഷൻ എഴുതാം പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇവിടെ ആർ എന്ന് പറയുന്നത് 8 ആണ്, ആർ ഈസിക്വൽ ടു 8. അതേപോലെ എൽ എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ നമുക്ക് ആറിന്റെയും എല്ലിന്റെയും വില ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു ആറ് 8 ഇൻറ്റു എല്ല് 20 പ്ലസ് ആറ് 8. അപ്പൊ പൈ അതേപോലെ നിർത്താം. പൈ ഇൻറ്റു 8 ഇൻറ്റു 20 പ്ലസ് 8 28. അപ്പോ ഇവിടെ 8 ഇൻറ്റു 28 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 28 ഇൻറ്റു 8 8 8 64 4 ബാക്കി 6 8 2 16 16ഉം 6ഉം 22. അപ്പോ പൈ ഇൻറ്റു 224 പൈ ഇൻറ്റു 224 എന്ന് പറഞ്ഞാൽ 224 പൈ. അപ്പോൾ ഡി ആണ് ഉത്തരം 224 പൈ. നമ്മൾ ഇന്ന് 5 മോഡൽ ഇക്വേഷൻസ് പഠിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് സെറ്റ് ചെയ്യുക.